നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആമസോണെ കുറിച്ചാണ്. ആമസോണിന്റെ കാലം അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പിയർ ടു പിയർ ലോകത്തേക്കാണ് നീങ്ങുന്നത്. പിയർ ടു പിയർ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. കൺസ്യൂമർ ടു കമ്പനി, കമ്പനി ടു കൺസ്യൂമർ എന്നൊക്കെ പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയർ ടു പിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയും വേറൊരു വ്യക്തിയും തമ്മിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. മിഡിൽ മാൻ ഇല്ല, തേർഡ് പാർട്ടി ഇല്ല. ആമസോൺ ആണ് തേർഡ് പാർട്ടി. അവൻ ഇല്ല. അപ്പൊ അവനില്ലെങ്കിൽ എന്താ പറ്റുക? പവർ മുഴുവനും രണ്ട് കൂട്ടർക്കായിരിക്കും. മീൻസ് ഇവരുടെ ഇടയിലുള്ള ഇന്റർമീഡിയറി കാശടിച്ച് മാറ്റില്ല. ആമസോണ് ഇനി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല വാല്യൂ നിങ്ങളുടെ ഇടയിൽ നിന്ന്. ഇതാണ് സംഭവിക്കുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾ വേറൊരു പെർസ്പെക്റ്റീവിൽ നോക്കി നോക്ക്. നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് രീതിയിൽ അമേരിക്കൻ കമ്പനികൾ ആണ് ആമസോണും ഫേസ്ബുക്കും ഗൂഗിൾ ഒക്കെ. ഇന്ത്യനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു റെപ്ലിക്ക ഇല്ല. ഗൂഗിളിനെയോ ആമസോണിനെയോ അങ്ങനത്തെ ഒരു എക്സാക്ട് റെപ്ലിക്ക ഇല്ല. ഗൂഗിളും ഫേസ്ബുക്കും സംബന്ധിച്ച് ഉണ്ട്, ആമസോണിനെ സംബന്ധിച്ച് ഉണ്ട്. ഞാൻ ഇല്ല എന്ന് പറയണില്ല. പക്ഷെ എന്നാൽ അത്ര ഡോമിനന്റ് ഫോഴ്സ് ഒന്നല്ല ഇന്ത്യയിൽ. ബാക്കി അപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പൊ ഫ്ലിപ്കാർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആമസോൺ ആണ് കുറച്ചും കൂടി ഹെഡ്, കുറച്ചും കൂടി മുന്നിൽ. ഫ്ലിപ്കാർട്ട് ആണെങ്കിലും അത് വാൾമാർട്ട് ഏകദേശം നല്ല ഷെയർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും ഒരു അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ കമ്പനി തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ കമ്പനി വളർന്ന് വലുതാവാണെങ്കിൽ അമേരിക്ക പറയാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ മാർക്കറ്റിനെ എഫക്ട് ചെയ്യണം, അതൊന്ന് നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യും ആ കമ്പനി. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കുക ആ കമ്പനിയെ ഡൗൺ ആക്കാൻ, അല്ലെങ്കിൽ കമ്പനി ഷട്ട് ഡൗൺ ആക്കാൻ, അല്ലെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ചെയ്യും. മനസ്സിലാക്കുക. ഇപ്പൊ ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞിട്ട്, ഇതുവരെ ചെയ്തിരുന്നു. ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ. മനസ്സിലായോ? ഈ നട്ടല് വരുന്നത് ഇപ്പോഴാണ്. ബേസിക്കലി ഇപ്പൊ നട്ടല് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാ രാജ്യങ്ങളും ക്യാപിറ്റലിസം എംബ്രേസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ നട്ടല് വന്നുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി നട്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ഇൻഡിവിജ്വലിസം കൊണ്ടുവരും. അപ്പൊ നേഷൻസ് ഒക്കെ പൊളിഞ്ഞപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഡിവിജ്വലിക്ക് ഫുൾ പ്രാധാന്യം വരും. ഈ നേഷൻ നമുക്ക് വേണ്ട, നമുക്ക് ഇൻഡിവിജ്വലിസം മതി എന്നില്ലേ റോളായിരിക്കും ഹൈപ്പർ ഇൻഡിവിജ്വലിസം. പക്ഷെ നാഷണലിസം യൂത്തിന്റെ ഇടയിൽ വരുന്നുണ്ട്. ഇപ്പൊ അടുത്തായിട്ട് നാഷണലിസ്റ്റ് ഐഡിയോളജീസ് യൂത്ത് കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പൊ യൂത്ത് എന്ന് പറഞ്ഞ പ്രത്യേക സെഗ്മെന്റ് ഓഫ് യൂത്ത് കൊണ്ടു നടക്കുന്നുണ്ട്. ഈ യൂത്ത് കപ്പിൾഡ് വിത്ത് ഇന്നോവേറ്റീവ് തിങ്കിങ് ആണ് ബേസിക്കലി ആമസോൺ വേറൊരു അടി വെച്ചിട്ടുണ്ടെങ്കിൽ. കുറെ പിള്ളേര് അവർ ചിലപ്പോൾ നേഷൻ കാരണം കൊണ്ടൊന്നല്ല, മീൻസ് നാഷണലിസ്റ്റ് ഫീലിംഗ് കാരണം കൊണ്ടൊന്നല്ല, അവര് ആമസോൺ റൈവൽ ആവുന്ന ആപ്ലിക്കേഷൻസ് ലൈക്ക് മീഷോ പിന്നെ വേറെ കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവര്. ഇന്ത്യ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്നില്ല, മീൻസ് ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള കുറെ ആപ്ലിക്കേഷൻസ് ആണ് അവരൊക്കെ. പിന്നെ കുറെ പേര് വിദേശത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലേക്ക്. അവര് എൻവിഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും പിന്നെ വലിയ ടെക്നോളജി കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ തിരിച്ച് നാട്ടിൽ വന്ന് അവർ തുടങ്ങുന്നുണ്ട്. പക്ഷെ യൂത്ത് എത്ര കണ്ട് തുടങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും. മനസ്സിലായോ? നാഷണലിസ്റ്റ് എന്തായാലും യൂത്തിൽ ഉണ്ടെന്ന് വെച്ചാലും യൂത്ത് തുടങ്ങണവരുണ്ട് കുറെയൊക്കെ. എന്നാലും ബഹുഭൂരിഭാഗം ആൾക്കാരും വലിയ രീതിയിലൊന്നും തുടങ്ങണമെന്നില്ല. ഇനാക്റ്റീവാണ് ഇന്ത്യയിൽ. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, എഡ്യൂക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ എഡ്യൂക്കേഷൻ ഭയങ്കര പൂറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റീഷ്യന്മാരൊക്കെ എഡ്യൂക്കേഷൻ വളരെ മോശമാക്കി വെച്ചു. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ട് കിട്ടാൻ, പാരന്റ്സിനെ സന്തോഷിപ്പിക്കാൻ. ഇതൊക്കെ കാരണം കൊണ്ട് ഇന്ത്യ ഭയങ്കര പിന്നോട്ട് പോവാണ്. ബേസിക്കലി അവരുടെ യൂത്ത് കൈവിട്ട് പോയി. യൂത്തിന്റെ പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് ലേണിംഗ് ആണ് അടിസ്ഥാനം ഇന്ത്യയിൽ. മീൻസ് ക്രിട്ടിക്കൽ തിങ്കിങ് വേണ്ട. ബേസിക്കലി ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊളിറ്റീഷ്യന്മാർ ജോലി പോകും ബേസിക്കലി ഫസ്റ്റ് തന്നെ. അപ്പൊ റോഡ് ലേണിംഗ് കൊണ്ട് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറേ ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ ജോലികളൊക്കെ AI കാരണം കൊണ്ട് പെട്ടെന്ന് പോവാം. മോണോട്ടണസ് ജോബ്സുകളൊക്കെ പെട്ടെന്ന് പോകും ബേസിക്കലി AI കാരണം മാത്രം. അപ്പൊ ഈ ഔട്ട്സോഴ്സിങ് ജോബ്സ് ഒക്കെ എന്നുവെച്ചാൽ റോഡ് ലേണിംഗ് കാരണം കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ബേസിക്കലി. അവർ പുതിയതായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോസസ് വഴി പുതിയ ആപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കണില്ല യൂത്ത് ഈ റോഡ് ലേണിംഗ് കാരണം ബേസിക്കലി. പിന്നെ പണ്ട് ആൾക്കാർ ഇതിനും ഭേദമായിരുന്നു പറയാം. നമുക്ക് പഠിച്ച കാര്യം മനസ്സിലാക്കിയിട്ട് പഠിച്ചതെന്നും കൂടി നമുക്ക് പറയാൻ വേണമെങ്കിൽ കാണാപ്പാടുണ്ടെങ്കിലും ബേസിക്കലി ആ കാലഘട്ടത്തിൽ. പക്ഷെ പിന്നീട് വരുന്ന കാലഘട്ടത്തിലൊക്കെ ഭയങ്കര വീക്കായിരുന്നു. വെറും റോഡ് ലേണിംഗ് ആണ്. റോഡ് ലേണിംഗ് ബേസിക്കലി. പൊതുവെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ മോശമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൾക്കാരെ ബുദ്ധി വെപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊന്നുമല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് ഒരു ഉദ്ദേശിക്കണത്. അവരുദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി വൈൽ ഒബീഡിയന്റ് ആയിട്ടുള്ള സ്ലേവിഷ് ആയിട്ടുള്ള വയനാടിമ്മ പോലത്തെ ഒരാളെയാണ് അവർക്ക് വേണ്ട. അവർ പറയണ പണി ചെയ്ത് വീട്ടിലേക്ക് പോവാണ് ബേസിക്കലി. അതാണ് അവരുടെ ജീവിതം. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? പിന്നെ വളരെ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ
കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കണോ, അത് എഡ്യൂക്കേഷൻ കാരണമാണെന്ന് എനിക്ക് തോന്നണില്ല, വേറെ കുറെ കാരണം കൊണ്ടായിരിക്കാം അവർ ചിന്തിക്കുന്നത് അങ്ങനെ. പക്ഷെ എഡ്യൂക്കേഷൻ വരെ മോശമായത് കൊണ്ട്, പിന്നെ എന്റർപ്രണർ സ്പിരിറ്റ് ജനിപ്പിക്കാത്തത് കൊണ്ട്, ഇന്നോവേറ്റീവ് തിങ്കിങ് ജനിപ്പിക്കാത്തത് കൊണ്ട് അവർ പിന്നോട്ട് പോയി വല്ലാണ്ട്. ബേസിക്കലി അവരുടെ ഉള്ളിൽ ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ചിന്താഗതികളാണ്, മതം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് അവരുടെ മനസ്സിൽ കൂടുതൽ. എക്സ്പെരിമെന്റേഷൻ ഇല്ല അവർക്ക് അവരുടെ മനസ്സിൽ. ഒരു റിജിഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് അവർ കൊണ്ടുനടക്കുന്നത്. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ പോളിസീസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ലിബറൽ ആണ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ടിട്ടുണ്ട്. മനസ്സിലാക്കിയത് എന്താണ് അത് എഴുതാന്നാണ് അവർ പറയുന്നത്. അതൊക്കെ കുറച്ച് മാറ്റം പല സ്ഥലത്തൊക്കെ കാണുന്നുണ്ട് ഞാൻ. അത് ഹോപ്പ്ഫുൾ ആണ്. അത് പുതിയ ജനതയെ മാറ്റും, യൂത്തിനെ മാറ്റും. ബേസിക്കലി ഇതൊക്കെ എടുക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് തന്നെ പറയാം നമുക്ക്. മനസ്സിലാക്കാം. ഈ AI ശരിക്കും ഈ മോണോട്ടണസ് ആയ ജോലികളൊക്കെ എടുത്ത് കളയും. പക്ഷേ ക്രിയേറ്റീവ് ജോബ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റീവ് ജോബ്സും അത്ര പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റില്ല, എടുത്തൊന്നും കളയാൻ പറ്റില്ല. കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി AIക്ക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ സാധനമില്ല. AIക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോറിലേഷൻ ആണ് ബേസിക്കലി, പാറ്റേൺ മാച്ചിങ് ആണ്, പാറ്റേൺ റെക്കഗ്നീഷൻ ആണ് AI ചെയ്യുന്നത്. മുന്നേ ഒരു ചാറ്റ് ബോർഡ് ആണ് ബേസിക്കലി, ഗ്ലോറിഫൈഡ് ചാറ്റ് ബോർഡ്. എന്തായാലും ശരി, അതിന് യൂട്ടിലിറ്റി ഉണ്ടോ എന്നാണ് ചോദ്യം. മീൻസ് നമുക്ക് നമ്മുടെ ഒരു കാര്യം സോൾവ് ചെയ്യാൻ യൂട്ടിലിറ്റി ഉണ്ടോന്ന്, ക്രിയേറ്റീവ് പ്രോസസ്സിൽ അത് ഹെൽപ്പ് ചെയ്യണ്ടോന്നാണ്. അത് ചെയ്യുന്നുണ്ട്, ഓക്കെ. പക്ഷെ ഇവിടുത്തെ കുട്ടികൾ അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത്. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണപ്പണം പഠിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ്. അത് ആ കാര്യത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ക്വസ്റ്റ്യനിങ് ഇല്ല, അതൊന്നും ഇല്ലാത്തൊരു രീതിയിലാണ് ഇവിടെ വളർത്തി എടുത്തിരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഇത്രയും വൈകിപ്പോയി നമ്മൾ അഡ്വാൻസ്മെന്റിൽ. മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആമസോണിന്റെ കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതാണ് പ്രശ്നം. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും പിന്നെ ഇന്ത്യ ഭയങ്കര നാഷണലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നീങ്ങണ കാരണം, മീൻസ് നാഷണലിസ്റ്റിക് ഫീലിംഗ് കൊണ്ടുണ്ട് പലരുടെ ഉള്ളിൽ, യുവജനങ്ങളുടെ അടുത്ത്. അത് കാരണം കൊണ്ട് ആമസോണിന്റെ പ്രൊഡക്ട്സുകൾ അവർ വാങ്ങില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോണിന്റെ പ്രൊഡക്ട്സുകളല്ല ബേസിക്കലി അവർ വാങ്ങുക. അവർ ഇന്ത്യ ഫസ്റ്റ് പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. ഇന്ത്യ ലൊക്കാലിറ്റിക്ക് അനുഷ്ഠിതമായ പ്രൊഡക്റ്റുകളായിരിക്കും അവർ വാങ്ങാം. അത് ഫസ്റ്റ് മനസ്സിലാക്കാം. അപ്പൊ ആമസോൺ എന്ന് പറഞ്ഞാൽ US കമ്പനിയാന്ന് പറഞ്ഞാൽ ആൾക്കാർ പ്രിഫറൻസ് കുറയ്ക്കും. അപ്പൊ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇന്ത്യൻ ബേസ്ഡ്, ഇന്ത്യ ഫസ്റ്റ്. കുറെ ഭ്രാന്തന്മാരൊക്കെ ഉണ്ടോ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞിട്ട്, അവർ ഇന്ത്യൻ അപ്ലിക്കേഷൻസ് ആയിരിക്കും അവർ വാങ്ങാം. മനസ്സിലാക്കാം. ഇന്ത്യൻ റൂട്ട്സ് ഉള്ളത്, ഇന്ത്യൻ കൾച്ചർ ഉള്ളത് എന്ന് പറയുന്നത്, ഇന്ത്യൻ കൾച്ചർ ബേസിക്കലി മൾട്ടി കൾച്ചറലിസം അല്ലെങ്കിൽ ലൊക്കാലിറ്റിയിലുള്ള കൾച്ചറൊക്കെ അനുസരിച്ചിട്ട് ഉള്ള പ്രൊഡക്റ്റുകളായിരിക്കും അവർ വാങ്ങാം. അപ്പോൾ അവർ ആമസോണിന്റെ മാർക്കറ്റ് പിന്നെയും ഡൗൺ ആണ് ചെയ്യുന്നത്. മനസ്സിലാക്കാം. അപ്പൊ എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണലിലുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ കയറി വരും. പിന്നെ കണ്ടമാനം പ്ലാറ്റ്ഫോം, ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ലൈക്ക് മീഷോ, പിന്നെ വേറെ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. മീഷോ പോലത്തെ തന്നെ അവരും ഈ വക ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസുകൾ ഉണ്ടാക്കുന്ന കാരണം കൊണ്ട്, പിന്നെ അത് പ്രൊമോട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് ഈ ആമസോൺ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഈ ചെറിയ മീനുകൾ കുറെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറ്റുക, പതുക്കെ ചെറിയ മീൻ വലിയ മീനെ പതുക്കെ വീഴും. മനസ്സിലാക്കാം. ഈ ചെറിയ മീൻ പെട്ടെന്ന് എഫിഷ്യന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാം, കൺസ്യൂമറിനെ സന്തോഷിപ്പിക്കാം. പിന്നെ ഈ ലോജിസ്റ്റിക്സ് ആണ് ആമസോണിന്റെ ഏറ്റവും വലിയ പവർ, ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക്. എന്തായാലും ശരി, ഇന്ത്യൻ കമ്പനികളും സ്ട്രോങ് ലോജിസ്റ്റിക് നെറ്റ്വർക്ക്സ് അറൌണ്ട് ഇന്ത്യ അവരുണ്ടാക്കിയിട്ടുണ്ട്. ബേസിക്കലി ഇപ്പൊ ഡെലിവറി അങ്ങനത്തെ കുറെ ലോജിസ്റ്റിക് നെറ്റ്വർക്കുകൾ ഉണ്ട് ഇപ്പൊ ഒരു ലൊക്കാലിറ്റിയിലോ അങ്ങനെ പല ലൊക്കാലിറ്റികളൊക്കെ ആയിട്ട്. അപ്പൊ ഇത് ആമസോണെ മാത്രമായിട്ട് ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോണിന്റെ ആവശ്യം വരില്ല ബേസിക്കലി. ഇപ്പൊ ഫ്ലിപ്കാർട്ട് ഉണ്ടല്ലോ, ഫ്ലിപ്കാർട്ട് ഓടുണ്ട് ബേസിക്കലി. ഇപ്പൊ വാൾമാർട്ടിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും ശരി, ഫ്ലിപ്കാർട്ടും ഓടുണ്ട് ഇല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയ കുറെ പാർട്ടികളുള്ള കാരണം കൊണ്ട്, വളർന്നു വരുന്ന കാരണം, അവർ നല്ല രീതിയിൽ പല കൺസ്യൂമറിനെയും ഡീൽ ചെയ്യും. മനസ്സിലായോ? നല്ല രീതിയിൽ കൺസ്യൂമറിനെ ഡീൽ ചെയ്യും അവർ. അപ്പം ഡീൽ ചെയ്യുമ്പോൾ എന്താ പറ്റുക, ഈ ആമസോണിന്റെ ഇൻഫ്ലുവൻസ് കുറയും അവിടെ. മനസ്സിലാക്കുക. അപ്പൊ നാഷണലിസ്റ്റ് ഫീലിങ്സുകൾ കാരണം കൊണ്ട് ഇങ്ങനത്തെ കുറെ ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും ഈ കോമേഴ്സ് പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കും. കുറേയൊക്കെ പൊളിയെന്നാലും കുറേവരൊക്കെ നല്ല രീതിയിൽ കുറെ കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും, നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഒരു വലിയ പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയ മീൻ പതുക്കെ ചത്തുകൊണ്ടിരിക്കും. ഇതിന് ഒരു ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ളൂ, എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇത്രയുള്ളൂ. നിങ്ങൾ തിമിംഗലം നോക്കുക. തിമിംഗലം എക്സ്റ്റെൻഡ് ആവുന്ന സ്പീഷീസാണ്. പിന്നെ എത്ര കണ്ട് ചെറുകിട മീനുകളുണ്ട് നിങ്ങൾ നോക്കുക. ബേസിക്കലി കണ്ടമാനം മീനുകളുണ്ട് എക്സ്റ്റെൻഡ് ആവാതെ ചെറുത്. തിമിംഗലാണ് എക്സ്റ്റെൻഡ് ആണ്. ഏറ്റവും വലുതായത് കൊണ്ട് തന്നെ ആൾക്കാർ കൊല്ലേനെ. അത് ഏറ്റവും കൂടെ വലുതാണെന്ന് വെച്ചാൽ അതിന്റെ വിസിനിറ്റിയിൽ വരാണ്. അതൊരു വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രസൻസ് അത് ക്രിയേറ്റ് ചെയ്യണം. അത് പ്രസൻസ് ക്രിയേറ്റ് ചെയ്യണ കാരണം കൊണ്ട്, മീൻസ് അതിന്റെ വിസിനിറ്റി വരണ കാരണം, ഒരാളുടെ കണ്ണിൽ വരണ കാരണം അതിനെ കൊല്ലാണ് നമ്മൾ ബേസിക്കലി. പക്ഷെ നമ്മൾ ചെറിയ മീനുകൾ കാണാണ്ട് പോണ കുറെ മീനുകളുടെ ത്രട്ടില്ലാതെ അത് നമ്മൾ കൊല്ലില്ല. മനസ്സിലായ? അപ്പൊ ഈ ചെറിയ മീനുകളുണ്ട് കുറെ, അവര് പോയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിമിംഗലത്തിന് തന്നെ കൊല്ലും. ഈ തിമിംഗലാണ് ആമസോൺ. ഈ ആമസോണെ കൊന്നുകളയും ബേസിക്കലി. എന്നിട്ട് അവര് ഇങ്ങനെ മാർക്കറ്റിൽ മുന്നിൽ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്.
ഫസ്റ്റ് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ നാഷൻ വൈഡ് ആയിട്ടുള്ള കുറെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. നിങ്ങൾ ചൈനയ്ക്ക് എടുത്തു നോക്ക്. ചൈന അവരുടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന് ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ആലിബാബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് 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 നോക്കുവേനെ. എത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവരെ കമ്പനിയാന്ന് അവർ കരുതാം. ബേസിക്കലി മാർക്കറ്റ് ചെയ്ത് കൊടുക്കും, ലോകം മുഴുവൻ എത്തിക്കും. ആമസോൺ ആലിബാബയുടെ അടുത്ത് മുട്ടാൻ പോയിണ്ടായിരുന്നു പണ്ട്. എന്താ പറ്റിയ അവർ തോക്കാൻ കാരണം വെച്ചാൽ അവർക്ക് നല്ല ലോജിസ്റ്റിക് നെറ്റ്വർക്ക് വർക്കിന്റെ ചീപ്പാണ്. പിന്നെ അവരുടെ കൾച്ചറിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് ആലിബാബയ്ക്ക്. പക്ഷെ ഇത് ആമസോൺ അറിയണ്ടായില്ല. പിന്നെ ട്രംപ് താരിഫ് കൊണ്ടുവന്നുണ്ടായി. ആ താരിഫ് ആമസോൺ എഫക്ട് ചെയ്തിരുന്നു. അപ്പൊ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല അവരുടെ ഓപ്പറേഷൻസ് എവിടെ ചൈനയിൽ. പിന്നെ ഗവൺമെന്റ് സപ്പോർട്ട് വളരെ കൂടുതലുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ചൈനീസ് കമ്പനീസ് നല്ല കൂട്ടം വെച്ച ആരുടെ അടുത്ത്, അവരുടെ ഗവൺമെന്റ് അടുത്ത് അവർക്ക് നല്ല സപ്പോർട്ട് കിട്ടും. ഈ ആലിബാബയ്ക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടുന്നു പണ്ടത്തെക്കാട്ടും. ഈ JD എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്, മീൻസ് അവരുടെ റൈവൽസ്, അവർക്കാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. എന്ന് വെച്ചാൽ അവർ സ്കൂളിൽ സുഖിപ്പിച്ച് നിർത്താം. കൂടുതൽ കാര്യങ്ങൾ അംഗീകരിക്കുകയാണ് ഗവൺമെന്റ് പറയണത്. ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അംഗീകരിച്ച് കൊടുക്കും, നല്ല രീതിയിൽ സുഖിപ്പിച്ച് നിർത്തും. അങ്ങനെയൊക്കെ ചെയ്യണവര് സക്സസ് ആവാൻ കൂടുതൽ ചാൻസാണ്. ഇവിടെ അങ്ങനെ തന്നെ ഈ അംബാനി, അദ്ദാനി, പതാഞ്ജലി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരില്ലേ, അവരും ഗവൺമെന്റിനെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യേണ്ട സമയത്തൊക്കെ. അപ്പൊ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. ക്രോണി ക്യാപിറ്റലിസം അതാണ് അവിടെയും സംഭവിക്കുന്നത് ബേസിക്കലി. പിന്നെ അത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ബേസിക്കലി ബാനറിൽ, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ചെറിയ പാർട്ടികൾ കയറി വരുമ്പോൾ ഇങ്ങനത്തെ വലിയ പാർട്ടികൾ ഉണ്ട് ബേസിക്കലി നല്ല സപ്പോർട്ടുള്ളത് ഗവൺമെന്റ് ആയിട്ട്. അതിന് നല്ല ടാഗ് കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്കറിയാം. കാരണം വലുത് വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കാണല്ലോ ഫുൾ പവർ. അപ്പൊ ഇവർക്ക് എല്ലാ ആനുകൂല്യം കൊടുത്ത ചെറുതിന് അല്ലെങ്കിൽ കയറി വരുന്നവന് അത്ര സക്സസ് റേറ്റ് ഇല്ല. സക്സസ് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ കെടുത്തിക്കളയും ബേസിക്കലി. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ബേസിക്കലി. പക്ഷെ ഈ ഇതും മാറിക്കൊണ്ടിരിക്കുക. P2P ലോകത്ത് ഇതൊന്നും ഇല്ല. പിയർ ടു പിയർ ലോകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ റോളും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക ഈ വലിയ വലിയ കമ്പനികളുടെ പിയർ ടു പിയർ ലോകത്ത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. നേഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 400 വർഷമേ ഉള്ളൂ ഉള്ള കൺസെപ്റ്റാണ്. കമ്പനി 400 വർഷം, അത്രേ ഉള്ളൂ. 400 വർഷത്തെ കൺസെപ്റ്റുകളാണ് ഇതൊക്കെ. ഇന്ത്യ ഒരു 78 വർഷം നോക്കാം നമുക്ക്, അത്രേ ഉള്ളൂ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ചെറിയ ചെറിയ കൺസെപ്റ്റ്. ഇത് ഫ്രാജൈൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്, സിസ്റ്റംസുകളാണ്. എപ്പോൾ വേണമെങ്കിൽ പൊളിഞ്ഞു പപ്പടാവാം. മനസ്സിലായി. അതിന് നല്ല സിസ്റ്റം അതിന്റെ പിന്നാലെ വരാണെങ്കിൽ സ്പീഡിൽ ഭയങ്കര ഡിലേയും ട്രാക്കുള്ള സിസ്റ്റംസുകളാണ്. പക്ഷേ ഈ ചെറിയ ചെറിയ സിസ്റ്റംസുകളിൽ പ്രൂവൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, സ്കെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ, മീൻസ് ഡീസെൻട്രലൈസ് രീതിയിൽ, പിയർ ടു പിയർ ഫാഷനിൽ അങ്ങനെ വരാണെങ്കിൽ ആ സിസ്റ്റംസുകളാണ് വിജയിക്കുള്ളൂ. മനസ്സിലായി. കറപ്ഷൻസ് ഒക്കെ പോകും. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിമിലർ ടെക്നോളജി കയറി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സ്കെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒരു വർക്കേഴ്സ് തമ്മിൽ കോപ്പറേറ്റ് ചെയ്തിട്ടില്ലേ ഉള്ള സിസ്റ്റംസുകളിൽ അത് സ്കെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ ഇതുള്ള സിസ്റ്റംസുകളൊക്കെ മീൻസ് നേഷനൊക്കെ ഭയങ്കര വീക്കാവും. നേഷൻ വീക്കാവുന്നല്ല പറയുന്നത്, കറപ്ഷൻ കുറയും. പിന്നെ നല്ല രീതിയിൽ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ വരും. ബേസിക്കലി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരും. ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ബേസിക്കലി. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാരണം കൊണ്ടാണ് ആമസോണിന്റെ കാര്യം പോക്കാണ് എന്ന് പറയുന്നത്. പിന്നെ ഈ ജെഫ് ബീസോസ് എന്ന് പറഞ്ഞ ആള് കുറെ പേരുണ്ട്, മഹാനാണ് ജെഫ് ബീസോസ് എന്ന് പറഞ്ഞ ആള് ഈ ചൈനയിൽ പോയിട്ട് വലിയ രീതിയിലൊക്കെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിരുന്നു. ആമസോണിന്റെ നല്ല രീതിയിൽ കയറാനൊക്കെ നോക്കി, പറ്റിയില്ലേ. അവർ ഗവൺമെന്റ് സപ്പോർട്ടിൽ. ഇവിടെ ട്രംപാണ്, വലിയ സപ്പോർട്ടൊന്നും കിട്ടാൻ പോണില്ല. അപ്പം മീൻസ് ടാരിഫ് കൂട്ടിയേക്കാണ്. അപ്പൊ അയാളുടെ പ്രൊഡക്ട്സിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കാം. മീൻസ് ആൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് പ്രൊഡക്റ്റ് അവിടേക്ക് എത്തിക്കാനൊക്കെ, മീൻസ് അവരുടെ ഫംഗ്ഷൻ ചെയ്യാൻ. അതിന് കാരണം ആരിഫ് മാത്രമല്ല, അതിന് കാരണം വെച്ചാൽ അവരുടെ ഗവൺമെന്റും ഉണ്ട്. വലിയ രീതിയിലൊന്നും സപ്പോർട്ടില്ല. അപ്പൊ പിന്നെ കുറച്ച് വൈകിട്ടാണെങ്കിൽ ആലിബാബ ലോഞ്ച് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു യുദ്ധം സാധ്യമാണ്. മനസ്സിലായ. പക്ഷെ അങ്ങനെയല്ല, ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആണ് അലിബാബ. പിന്നെ ആള് പിന്മാറി, ആൾ തോറ്റു. ഇപ്പൊ കറക്റ്റ് സമയത്തിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഗവൺമെന്റ് ഭയങ്കര സ്ട്രോങ് ആണ് അവിടെ. കാരണം വെച്ചാൽ ഗവൺമെന്റുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെച്ചാൽ അവരുടെ മാർക്കറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ കമ്പനികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഗവൺമെന്റിൽ ആവശ്യമുണ്ട്. അവരുടെ മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ഒക്കെ. കാരണം ഇന്ത്യയിൽ അവർ ബാൻ ചെയ്യാൻ പറയുമ്പോൾ ബാൻ ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ഇൻഫ്ലുവൻസിലാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, ഇപ്പൊ വ്യത്യാസം വന്നിട്ടുണ്ട്. മോദിയായിട്ട് വളരെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. മോദി ട്രംപിനെക്കാട്ടും വലിയ കച്ചവടക്കാരനാണ് ബേസിക്കലി. ട്രംപ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മോദിക്ക് അറിയാം ഭയങ്കര ഇൻഫ്ലുവൻസിലാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ത്യൻ മാർക്കറ്റ്സ് ഒക്കെ, ഇന്ത്യൻ മാർക്കറ്റ്സ് അല്ല ഇൻഫ്ലുവൻസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ചൈനയും റഷ്യയും തമ്മിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ചൈനയുടെ ഒപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അറിയാം അമേരിക്കക്ക് പണി കിട്ടുന്നു ബേസിക്കലി. കാരണം മോദി നല്ല സ്ട്രാറ്റജിക്കാണ് ഈ കാര്യത്തിൽ. മോദിക്ക് അറിയാം എവിടേക്ക് ഷിഫ്റ്റ് ചെയ്താലാണ് കാര്യം കയ്യിലേക്ക് വരാന്ന് ബേസിക്കലി. എങ്ങനെയാണ് അവരുടെ ഫണ്ടൊക്കെ നമ്മുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ള രീതികളൊക്കെ ആൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ബേസിക്കലി. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കേട്ടോ, മനസ്സിലാക്കി വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൂ, ഈ മാർക്കറ്റ്സിൽ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആമസോണ് വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, മീൻസ് വലിയ ലൈഫ് എക്സ്പെക്ടൻസി ഒന്നും ഉണ്ടാവില്ല. അതിനു മുമ്പ് ചെറിയ ചെറിയ കമ്പനികളൊക്കെ കയറി വന്ന് ഒരു മീഡിയം സൈസ് കമ്പനികളൊക്കെ ആയി മാറും. എന്നിട്ട് അവരുടെ റൈവലറി ആയിരിക്കും കൂടുതൽ. അപ്പോൾ അതായിരിക്കും സംഭവിക്കാൻ പോണത്.
പിന്നെ പിയർ ടു പിയർ ലോകം ഇവരൊക്കെ ഇല്ലാണ്ടോ ബേസിക്കലി. ലൊക്കാലിറ്റീസ് ഫസ്റ്റ് ആണ് അവിടെ, ലൊക്കാലിറ്റീസ് ഫസ്റ്റ്. അപ്പൊ അതാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കട്ടെ, ഞാൻ ഈ ആമസോൺ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം അതിൽ വിൽക്കണ ആൾക്കാരുടെ ജീവിതം ഭയങ്കര ഷോക്കാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ, കണ്ടമാനം ആൾക്കാർ ഇതിൽ വിറ്റിട്ട് കുറച്ച് ആൾക്കാർ രക്ഷപ്പെട്ടുള്ളൂ. ഈ രക്ഷപ്പെടുന്ന ആൾക്കാർ ടോപ്പായിട്ട് ബെസ്റ്റ് സെല്ലറായിട്ടൊക്കെ വരുന്നത് അതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബെസ്റ്റ് സെല്ലറായി വരുന്ന പ്രൊഡക്റ്റുകൾ ഈ ആമസോൺ എടുത്തിട്ടില്ലേ അവരുടെ റെപ്ലിക്ക എടുത്തിട്ട് ഈ ബെസ്റ്റ് സെല്ലറിനെ വെട്ടിക്കും. എന്നിട്ട് അവരുടെ വിസിബിലിറ്റി കുറച്ച് വയ്ക്കും, റീച്ച് കുറച്ച് കൊണ്ടുവരും. അപ്പോൾ അവർ അഡ്വർടൈസ്മെന്റ് കൊടുത്താലും കയറില്ല. പക്ഷെ അഡ്വർടൈസ്മെന്റ് റവന്യൂ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഇവർ ചെയ്യുക. പിന്നെ ഈ ആമസോണിന്റെ ഭൂരിഭാഗം പ്രൊഡക്ട്സുകളും കുറച്ചു കൂട്ട കമ്പനികളാണ് ചെയ്യണത്, മീൻസ് ഇത് മാനേജ് ചെയ്യണത്. അപ്പൊ ഈ വലിയ ബൾക്ക് ടാറ്റയുടെ ഒക്കെ റീച്ച് ഒക്കെ ഇല്ലേ ആമസോണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഇവര് ഈ കമ്പനി വെച്ചിട്ട് എല്ലാ പ്രൊഡക്ട്സും മാനേജ് ചെയ്യും. ഈ കമ്പനിയുടെ ഷെയർ മുഴുവനും ഭൂരിഭാഗം ഷെയറുകളും ഈ ആമസോണെ വാങ്ങി വയ്ക്കുക. പിന്നെ ബാക്കി ഇൻഫോസിസ് ഒക്കെ വെച്ചിട്ട് വാങ്ങും ബേസിക്കലി. അപ്പൊ അവിടെയും കൺട്രോൾ കിട്ടുകയാണ് ആമസോൺ. പിന്നെ ചെറിയ ചെറിയ പാർട്ടികളാണ് അവർ ബെസ്റ്റ് സെല്ലർ ആവണതൊക്കെ. അത് ഇവർ ചെറിയ പുതിയ പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് അവരെ ഔട്ടാക്കും, അവരെ ഡൗൺ ആക്കും. പിന്നെ അവർ നല്ല പ്രൈസിന് കൊടുക്കുകയാണെങ്കിൽ ഈ ആമസോണിന്റെ മാനേജർ ഉണ്ട്, ആൾ നോക്കും. ആളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് കോമ്പറ്റീവ് പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ട് ആളെ വെട്ടി കുറയ്ക്കും. മീൻസ് അയാളോട് പറയും വീണ്ടും കൂടുതൽ പ്രൈസ് ഇടാൻ, എന്നാൽ മാത്രം നിങ്ങൾക്ക് ഇത് ഇടാൻ പറ്റുള്ളൂ ഈ പ്ലാറ്റ്ഫോമിൽ. മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായി. പക്ഷെ അവരുടെ പ്രൊഡക്റ്റ് അതിനെക്കാട്ടും കുറച്ചിടും, ബേസിക്കലി കുറച്ചും കൂടി കുറച്ചിടും. അപ്പൊ അവർക്ക് എല്ലാ അഡ്വാൻറ്റേജും കിട്ടും. അൺഫെയർ പ്രാക്ടീസ് കുഴപ്പമില്ല, അവരെ സംബന്ധിച്ച് കുഴപ്പമില്ല. അതിന് പ്രകൃതിയിൽ പറഞ്ഞിട്ടില്ല അൺഫെയർ ആണോ ഫെയർ ആണോ, അതൊക്കെ നമ്മൾ തീരുമാനിച്ചതല്ല. അവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സാധനം അവർ ചെയ്യും. അവർ ചവിട്ടി പുറത്താക്കും, നമ്മൾ അവർക്ക് പരമാവധി കാശുണ്ടാക്കും. ഇതാണ് ചെയ്യുന്നത്. ഈ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വേറെ പ്ലാറ്റ്ഫോംസ് കാരണം. പിന്നെ അഡ്വർടൈസ്മെന്റ് വഴി അവർ പറയും, അവർ FBA വഴി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഫീസൊക്കെ അവർ പിടിക്കും. പക്ഷെ നല്ല സെയിലായിരിക്കും, നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം, വെറുതെ വെച്ച് കൊടുത്താൽ മതി. വെറുതെ പറയാം എന്താട്ടാ, ഇത് നടക്കണ കാര്യമില്ല. അവർ കുറച്ച് കാണിക്കും, കുറച്ച് സെയിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അവരുടെ ജീവിതം നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശൂന്യതയ്ക്ക് പോകും. കാരണം വെച്ചാൽ അവർക്ക് നല്ല ജീവിതമല്ല. കുറച്ച് കാലഘട്ടത്തിൽ അവർ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യും, നല്ല രീതിയിൽ. പിന്നെ അവരെ കാണില്ല, അവർ ആ മൂമ്മയൊക്കെ കാണിക്കാം, മൂമ്മ ടോയൊക്കെ വിറ്റത് ഞാൻ പിന്നീട് അവർ നിരീക്ഷിച്ചപ്പോൾ അവർക്ക് അത്ര സെയിലില്ല. അവർ കുറച്ച് കാലഘട്ടത്തിൽ അവർ പ്രൂവൻ വാല്യൂ കാണിക്കുന്നുണ്ട് ബേസിക്കലി. അത് അവരുടെ മാർക്കറ്റിംഗാണ്, അവർ വലിയ സംഭവമാണ്, അവർ പ്രൊഡക്ട്സുകളായിട്ട് വിൽക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലമൊക്കെ ചിലപ്പോൾ ക്ലിക്കായിന്ന് വരാം. പിന്നെ അവർ കരുതി കൂട്ടി ഇങ്ങനെ ഓരോ പ്രൊഡക്ട്സുകളൊക്കെ വെച്ച് നമ്മളെ പണി തരും. ഇതാണ് ആമസോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി. മനസ്സിലായി. ഈ പരിപാടി ആലിബാബയുടെ അടുത്ത് വർക്കായില്ല, അത് കാരണം അവരുടെ പണി ചീറ്റിപ്പോയി. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിൽ ജെഫ് ബീസോസ് തോറ്റുപോയി. ഏത് പാരലൽ കോളേജുകാരുടെ അടുത്ത്, പാരലൽ കോളേജ് സ്കൂൾ ടീച്ചർ കണ്ടമാനാണ് തോറ്റ മനുഷ്യൻ്റെ അടുത്താണ് പ്രിൻസ്റ്റൺ ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് അടിച്ച ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. അവരെ തല കുഴിച്ചിട്ടാ പോയേ ബേസിക്കലി. ആരുടെ അടുത്ത്? ആലിബാബയുടെ അടുത്ത്. എന്തുകൊണ്ട് ഒരു പാരലൽ കോളേജുകാരുടെ അടുത്ത് തോറ്റുപോയി? അത്രേ ഉള്ളൂ കാരണം. ബേസിക്കലി വേറെ കുറേ കാരണം കൊണ്ടാണ്. പിന്നെ കമ്പനിയിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യണ്, അവരുടെ വർക്കിന്റെ എഫിഷ്യൻസി അതൊക്കെ. പിന്നെ വേറെ കുറേ കാര്യങ്ങളില്ല, താരിഫ് ആ സമയത്തുള്ളത്. ആ കോണ്ടെക്സ്റ്റുകൾ മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ആമസോൺ പൊളിഞ്ഞത് ബേസിക്കലി. മനസ്സിലായി. അതായത് ബുദ്ധിയൊന്നും കൂടിയിട്ടൊന്നുമല്ല ജെഫ് ബീസോസ് വിജയിച്ചത് ആ കാലഘട്ടത്തിൽ, ആമസോൺ വിജയിച്ചത് കാലഘട്ടത്തിൽ. അന്ന് വലിയ ആമസോണൊന്നും ഇല്ല ബേസിക്കലി, വലിയ കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇല്ല ആ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള പ്ലെയേഴ്സുകളാണ്. അവർ ഡിജിറ്റൽ കൊമേഴ്സ് ആയിട്ട് ബന്ധമില്ല, എല്ലാവരും മറ്റേ ലോക്കൽ കൊമേഴ്സാണ് ബേസിക്കലി, മീൻസ് ഓഫ്ലൈനാണ്. ആ കാലഘട്ടത്തിൽ ഇയാൾക്ക് എല്ലാതരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ അച്ഛൻ $100K ഒക്കെ കൊടുത്ത കാരണം, അന്ന് 100K വലിയ തുകയാണ്, മനസ്സിലാക്കുക. അതൊക്കെ കിട്ടിയ കാരണം കൊണ്ട് ആൾക്ക് എക്സ്പാൻഡ് ചെയ്യും. പിന്നെ അമേരിക്കയിലായിരുന്നു സിലിക്കൺ വാലി, അന്ന് അത് കുതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ബേസിക്കലി. ആ ഒരു പ്രത്യേക സമയത്ത് കുതിച്ചിരിക്കുന്ന ഒരു കാലമാണ് സിലിക്കൺ വാലി എന്ന് പറഞ്ഞ സാധനം. അവിടെയൊക്കെ പെട്ടുപോയ കാരണം, ആ ഭാഗത്തൊക്കെ ആയ കാരണം കൊണ്ട് പിന്നെ പിന്നീടുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ ഇല്ലേ ബേസിക്കലി. അത് വെച്ചിട്ട് അത് വിജയിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, ഒരു നിർബന്ധമൊന്നും ഇല്ല ഇതൊക്കെ കിട്ടിയെന്നും വെച്ചിട്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം വളർന്നു വരാം ബേസിക്കലി, ആമസോൺ എന്ന് പറഞ്ഞ സാധനം. പക്ഷെ ആലിബാബ ജാക്മ വഴി വളർന്നു ബേസിക്കലി. വളർന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു സാഹചര്യം കിട്ടി. ചൈനീസിന്റെ ഓപ്പൺ പോളിസീസ് ഒക്കെ കാരണം കൊണ്ട് ആൾക്ക് അമേരിക്കയിൽ പോകാൻ പറ്റി. ചൈന ക്യാപിറ്റലിസം സ്വീകരിച്ച കാരണം ആൾക്ക് അവിടെ പോയിട്ട് എന്താ സിലിക്കൺ വാലി സംഭവിക്കുന്നത് അതൊക്കെ ആൾ ഇവിടെ റിപ്ലിക്കേറ്റ് ചെയ്തു. ആള് വിജയിച്ചു. പിന്നെ മുട്ടാൻ അവർക്ക് പറ്റിയിരുന്നില്ല. പക്ഷെ ഇയാൾക്ക് എല്ലാം അറിയാം അതിനെ കുറിച്ച്. മീൻസ് ആൾ അപ്പോഴേക്കും വളർന്നു വലുതായി, എന്നിട്ട് ആളെ ഇല്ലാണ്ടാക്കി ബേസിക്കലി. അതിന് സിമ്പിൾ കളികൾ വെച്ചിട്ട് അത്രേ ഉള്ളൂ ബേസിക്കലി. എന്തായാലും ശരി, ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ മുമ്പ് നട്ടലുണ്ടായില്ല, ഇപ്പൊ നട്ടലുണ്ട് ഇന്ത്യക്ക്. അപ്പൊ ഇപ്പൊ നട്ടലുണ്ടെന്ന് വെച്ചാൽ നട്ടല് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബേസിക്കലി. അപ്പൊ ഇന്ത്യയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ കയറി വരും, വളർന്ന് പന്തലിക്കും. ആമസോൺ ഇവിടെ നിന്ന് ഔട്ടാവും, ആമസോൺ ചുരുങ്ങി അമേരിക്കയിലേക്ക് പോകും. പിന്നെ യൂറോപ്പിലുണ്ട് അവര്, യൂറോപ്പിൽ ഭയങ്കര ഡോമിനന്റ് ആയിട്ട് ഫോഴ്സ്. പക്ഷെ ഇന്ത്യയിൽ അതുപോലെ ഡോമിനന്റ് ഫോഴ്സ് ആവുന്ന എനിക്കൊരു
ഒരു ഉറപ്പില്ല, ബേസിക്കലി ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യം. ഒരു ഗ്യാരണ്ടി ഇല്ലാന്ന് വെച്ചാൽ അവരെ ഔട്ടാ ബേസിക്കലി. അത് മാത്രമല്ല, ഇപ്പോഴത്തെ നിലവിലുള്ള ഡോമിനന്റ് ആയിട്ടുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസുകളൊക്കെ ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് പുതിയ പുതിയ പാർട്ടീസ് വരുന്ന കാരണം. മനസ്സിലാക്കാം. ഇതാണ് ആമസോണ് സംഭവിക്കാൻ പോണ കാര്യം. പിടികിട്ടിയ ഇത് ഇന്നോവേറ്റബിൾ ആണ്. ഇന്നോവേറ്റബിൾ എന്ന് വെച്ചാൽ P2P ലോകത്തേക്ക് പോണത് എന്തായാലും ഇന്നോവേറ്റബിൾ. അത് നിർത്തിക്കൊണ്ടിരിക്കുക. ടെക്നോളജി സാച്ചുറേഷൻ ടിപ്പിംഗ് പോയിന്റ് എത്തണം. ടിപ്പിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. എല്ലാ വെബ് ടു ആപ്ലിക്കേഷന്റെ പണി തീർന്നു ബേസിക്കലി. പിന്നെ പുതിയ ലോകമാണ്, ലോകം മാറി. പിന്നെ ഈ കമ്പനികളൊന്നും ഇല്ല. പിന്നെ കുറെ ആൾക്കാർ പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കമ്പനികൾക്ക് വലിയ ആൾക്കാരുടെ അടുത്ത് മുട്ടാൻ പോകില്ല. അതൊക്കെ വെറുതെ പറയുന്നതാ. വലിയ ആൾക്കാരുടെ അടുത്ത് മുട്ടാൻ പാടില്ല. ഈ ചെറിയ ചെറിയ നല്ല ടെക്നോളജിക്കലായിട്ടുള്ള കമ്പനികളും പുതിയ പുതിയ പാരഡൈമിൽ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ വലിയ വലിയ കമ്പനികളിലൊക്കെ പപ്പടാക്കും ബേസിക്കലി. മനസ്സിലായ? അതിൽ ചരിത്രത്തിൽ കുറെ എക്സാമ്പിൾസ് ഉണ്ട് ഈ കാര്യത്തിൽ. കുറെ എക്സാമ്പിൾസുകൾ ഓൾറെഡി ഉണ്ട്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം കൂടി ഇല്ല ബേസിക്കലി. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കമ്പനികൾ വലിയ വലിയ കമ്പനികൾ മെഴുകിയ ചരിത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ബേസിക്കലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു യാഹു ഗൂഗിളിനെക്കാട്ടും മുമ്പ് വന്നതാണ്. പക്ഷെ യാഹു ആണോ ഇപ്പൊ നിലനിൽക്കുന്നത് ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ആയിട്ട്? അല്ല, ആൾക്കാർ മാറി. കൺസ്യൂമർ ഈസ് കിങ് എന്ന് പറയാനുള്ള കാരണമുണ്ട്. കൺസ്യൂമർ എപ്പോഴും കിങ് ആണെന്ന് പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ ഇഷ്ടമുള്ളടത്ത് കൺസ്യൂമർ പോകും. വലുതാവണതെന്ന് വെച്ചാൽ കൺസ്യൂമർ കൊടുക്കണ കാരണം കാശ്. കൺസ്യൂമർ വേറെ സൈഡിലേക്ക് പോയി പോകാൻ തുടങ്ങി. ഈ അന്ധവിശ്വാസമൊക്കെ മാറ്റിയിട്ട്. ഈ അന്ധവിശ്വാസികളാണ്, ശാസ്ത്രം പറയുന്ന അന്ധവിശ്വാസികളാണ്. ഇവര് മാറിയിട്ട് നല്ല വാല്യൂ കിട്ടണ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെ കാശ് മുഴുവൻ ഇടിഞ്ഞു പോകും. പിന്നെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്തോ കാശെന്നറിയാം. മനസ്സിലാക്കുക? മീൻസ് ഇവര് നിൽക്കണ ടെക്നോളജി സ്പേസിലാണ് ഭയങ്കര കോമ്പറ്റീവാണ്, ഡിസ്റപ്റ്റീവാണ്. ഇവർ നിൽക്കുന്നത് മറ്റേ സ്പൈസ് ഓളിയറീസണോ അല്ലെങ്കിൽ മറ്റേ സ്പേസ് ഒക്കെ ആണെങ്കിൽ കാലങ്ങളോളം നിൽക്കുക അവരെ കമ്പനി. പിന്നെയും ബേസിക്കലി ആരും ഉണ്ടാവില്ല, ആരും അറിയാത്ത സ്പേസുകളൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ആണെങ്കിൽ സ്പൈസ് ഓളിയറീസ് എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ പിന്നെ നിൽക്കും. ഇത് അങ്ങനെയല്ല. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡിസപ്റ്റീവ് ആയിട്ടൊരു സ്പേസ് ആണ്. പെട്ടെന്ന് പപ്പടമാണ് സ്പേസ് ഉള്ളത്. മനസ്സിലാക്കുക? ഞാൻ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോണിന് പകരം ചിലപ്പോൾ വർക്കേഴ്സ് കോപ്പറേറ്റീവ് സിസ്റ്റംസുകളാണ് കൂടുതൽ വരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സുകൾ കോപ്പറേറ്റ് ചെയ്തിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം P2P പ്ലാറ്റ്ഫോം അതിൽ ലിസ്റ്റ് ചെയ്യാം പ്രൊഡക്ട്സുകൾ. പക്ഷേ വർക്കേഴ്സിനായിരിക്കും അതിൻ്റെ പ്രോഫിറ്റ്സ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുക. അങ്ങനെ ഫുൾ വർക്കർ മെയിൻറ്റെയിൻഡ് സിസ്റ്റംസുകളായിരിക്കും കൂടുതൽ. മനസ്സിലാക്കാം. പിന്നെ ലോക്കലായിട്ടുള്ള ഈ മൈക്രോ വെയർ ഹൗസുകൾ അതൊക്കെ വർക്കേഴ്സ് കോൺട്രിബ്യൂഷൻസ് വഴിയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടാം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇൻസെൻറ്റീവ്സ് ഒക്കെ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, സിസ്റ്റത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വർക്കേഴ്സ് അതിനനുസരിച്ച് വർക്ക് ചെയ്തോളും ബേസിക്കലി. അത് നല്ലൊരു സൂപ്പർ സിസ്റ്റംസ് ആണ്. അത് ഞാൻ കാണുന്നുണ്ട് ബേസിക്കലി ഭാവിയിൽ. ഇതൊക്കെ ആമസോണിനെ ഡൗൺ ആക്കണ ഒരു കാര്യമാണ്. മനസ്സിലാക്കുക? പിന്നെ ആമസോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കച്ചവടം നടത്തുന്നത് അവരുടെ വൃത്തിയായിട്ട് ഒരു മോണോപ്രിസ്റ്റിക് ആയിട്ടുള്ള രീതികളിൽ വെച്ചിട്ടാണ് കച്ചവടം നടത്തുന്നത്. അത് അധികം പോവില്ല. കഴിഞ്ഞു, കത്തിക്കലൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആമസോണിന്റെ ലോജിസ്റ്റിക്സ്, ഇന്ത്യൻ പോസ്റ്റിന്റെ ലോജിസ്റ്റിക്സ് ഏതാ വലുത്? ഇന്ത്യൻ പോസ്റ്റിന്റെ ലോജിസ്റ്റിക്സ് ആണ് വലുത്. ഇന്ത്യൻ പോസ്റ്റിന്റെ ലോജിസ്റ്റിക്സ് വന്നാലോ അതിന് പോലെ ഇത് യൂട്ടിലൈസ് ചെയ്യാനാണെങ്കിലോ ഇന്ത്യൻ പോസ്റ്റലിന്റെ ലോജിസ്റ്റിക്സ് തീർന്നു. ടെക്നോളജി വന്നാൽ കഴിഞ്ഞു ബേസിക്കലി. ഈ ഇന്ത്യൻ പോസ്റ്റൽ ലോജിസ്റ്റിക്സ് ഉപയോഗപ്രദമാക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഈ പോസ്റ്റിൽ ഇപ്പൊ എല്ലാവരും അയക്കണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അയക്കണൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാർ അയക്കുന്നുണ്ട്. പക്ഷേ അത് ലോജിസ്റ്റിക്സ് ആയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. ഈ ആമസോൺ ലോജിസ്റ്റിക്സ് അത്രേ ഉള്ളൂ, അതിനെക്കാട്ടി ചെറുതാണ് ബേസിക്കലി. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ പോസ്റ്റലിന്റെ ലോജിസ്റ്റിക്സ് വലുതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ ആമസോൺ ഔട്ടാക്കാൻ. അല്ലാണ്ട് നിങ്ങൾ പറയണ പോലെ വലിയ ആനയും കുതിരയൊന്നും ഇല്ല ഈ കളിയിൽ. മനസ്സിലാക്കുക? പക്ഷെ ഇപ്പോഴും ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റിയിട്ട് കുറച്ച് എന്റർപ്രണറിയൽ അല്ലെങ്കിൽ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് മാറണം കംപ്ലീറ്റ് ആയിട്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പുതിയ കാലഘട്ടത്തിൽ ക്രിയേറ്റിവിറ്റി പ്ലസ് ക്രിട്ടിക്കൽ തിങ്കിങ് വളരെ ആവശ്യമുണ്ടാവും. അതായിരിക്കും എനിക്ക് തോന്നുന്നത് കൂടുതൽ റിയൽ വേൾഡ് പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യുക. മീൻസ് തോന്നതല്ല, അതാണ് ബേസിക്കലി കൂടുതൽ റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യുക. അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും ജോലിയിൽ നിന്ന് പോയില്ല, അവരെപ്പോഴും ഉണ്ടാവും ജോലിയിൽ. അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. നമസ്കാരം.